ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കോഴിക്കോട് യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. അതേസമയം SFI പ്രവർത്തകർ പ്രകോപനവുമായി എത്തിയതോടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങി. പോലീസ് ബലമായി പിടിച്ചുവച്ച യുവമോർച്ച പ്രവർത്തകരെ SFI DYFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു. ദിസ്ന ചേരുന്നു. ദിസ്ന, കോഴിക്കോട് നമ്മൾ കണ്ടതാണ് പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം. പക്ഷേ അതിലേക്ക് SFI DYFI ഗുണ്ടകൾ ഇടിച്ചു കയറുകയും യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. ഭാരതാംബയെ അവഹേളിച്ച വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കോഴിക്കോട് യുവമോർച്ചയുടെ കരിങ്കൊടി പ്രതിഷേധം. SFI പ്രവർത്തകർ പ്രകോപനവുമായി ഈ പ്രതിഷേധത്തിനിടയിലേക്ക് എത്തി. മനഃപൂർവ്വമായ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് SFI DYFI പ്രവർത്തകർ അത് തള്ളിവിടുകയായിരുന്നു. എന്ന് മാത്രമല്ല, പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലായിരുന്നു SFIയുടെ ഈ ഗുണ്ടായിസം. പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇതിനിടയിലേക്ക് SFI DYFI പ്രവർത്തകർ ഇരച്ചു കയറിയത്. പിടികൂടിയിരുന്ന യുവമോർച്ച പ്രവർത്തകരെ പോലീസിന്റെ കൈക്കുള്ളിലായിരുന്നപ്പോൾ പോലും SFIക്കാർ മർദ്ദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങേയറ്റം പ്രതിഷേധകരമായ ഒരു പ്രവൃത്തിയാണ് SFI DYFIക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു പ്രതിഷേധ സ്വരം ഉന്നയിക്കുമ്പോൾ ഒരു സംഘടനയിലേക്ക് ഇത്തരത്തിൽ SFIക്കാർ ഇരച്ചു കയറുന്നു, പോലീസിന്റെ ഒത്താശയോടെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. ദിസ്ന പറയൂ. ഈ സംഭവത്തിന്റെ കൃത്യമായ വിവരണം നൽകുകയാണെങ്കിൽ 11:30ക്കാണ് കിസാൻ കോർണറിൽ ഇത്തരത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുവാൻ യുവമോർച്ച തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കവെയാണ് ഇത്തരത്തിൽ ഈ SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ സമയം കരിങ്കൊടി, അതായത് അതിലൊരു പ്രവർത്തകൻ മാത്രം ഇത്തരത്തിലൊരു കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ആ സമയം ജൂബിലി ഹാളിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി കടന്നു പോകുന്നു. കയ്യിലുണ്ടായിരുന്ന കരിങ്കൊടി ഉയർത്തുകയായിരുന്നു. ആ സമയത്ത് ഈ SFI പ്രവർത്തകർ എവിടെ നിന്നാണ്, എന്തിനാണ് അവിടേക്ക് വന്നത് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നത്, രോഹിണി. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അതിക്രമം ഈ SFI, അതായത് SFI DYFIയുടെ നേതൃത്വത്തിൽ ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അത് 5 പ്രവർത്തകർക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായി. ഇവരെ ബീച്ച് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഉയർന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, എന്തിനാണ് ഇത്തരത്തിൽ അതായത് ഈ പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ തന്നെ ഈ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ എന്തിനാണ് അവിടെ SFI പ്രവർത്തകർ എത്തിയത്? അത്തരത്തിൽ SFI പ്രവർത്തകർ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തിനാണ് ഇവർ ഈ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയത്? പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ SFI പ്രവർത്തകർ, ഈ SFI DYFI പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തിയത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ DYFI SFI പ്രവർത്തകർക്ക് ഒത്താശ ചെയ്യുകയാണ് പോലീസ് ചെയ്തത് എന്ന് തന്നെയാണ് സിറ്റി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ACP ഉൾപ്പെടെ ഈ SFIയുടെ ഭാഗത്ത് നിന്ന്, SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ യാതൊരു തരത്തിലും പ്രതികരിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി മാരാർജി ഭവനിൽ നിന്നും കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്ത് എത്തിക്കുകയും മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് വൈകുന്നേരവും ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, രോഹിണി, ഈ ഫ്രറ്റേണിറ്റി പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ പ്രതിഷേധമുണ്ടാവുന്നു, ബഹളമുണ്ടാവുന്നു. ഈ ഫ്രറ്റേണിറ്റി SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. വീണ്ടും SFI കരുതിയത് യുവമോർച്ച പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് എന്ന് കരുതി ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്ക് നേരെ ഈ SFI പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അത്തരത്തിൽ ഈ യുവമോർച്ച പ്രവർത്തകരെ, ABVP പ്രവർത്തകരെ ഒക്കെ തിരഞ്ഞു പിടിച്ച് പോലീസിനെയും കൂട്ടുനിർത്തിക്കൊണ്ട് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു രീതിയിലുള്ള അക്രമത്തിലേക്ക് തന്നെയാണ് ഈ SFI DYFI പ്രവർത്തകർ കടന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ജനകീയ പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയിട്ടുള്ളത്. 5 പ്രവർത്തകർ, ഈ 5 പ്രവർത്തകരെ ഈ 5 പ്രവർത്തകരെ ബീച്ച് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, രോഹിണി. നിലവിൽ ശരി, ദിസ്ന സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.